പ്രേമനിധി ചരിത്രം. ആഗ്ര എന്ന ഗ്രാമത്തിൽ പ്രേമനിധി എന്ന പേരായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം സദാചാര തൽപരനും പൗരാണികനും ശ്രീകൃഷ്ണനിൽ ഉറച്ച ഭക്തിയുള്ളവനുമായിരുന്നു. അദ്ദേഹം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നദിയിൽ പോയി സ്നാനം ചെയ്ത് വിഷ്ണുപൂജയ്ക്കുള്ള ജലവും കൊണ്ടുവരും. ഇങ്ങനെയാണ് നിയമം. നേരം പുലർന്നാൽ ദുർജലം ബാഹുല്യമാവുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം ആ ബ്രാഹ്മണൻ പുലരാൻ 7:30 നാഴികയുള്ളപ്പോൾ എഴുന്നേറ്റ് ജലപാത്രവും എടുത്ത് സ്നാനത്തിനായി പുറപ്പെട്ടു. പുറത്തിറങ്ങി നോക്കുമ്പോൾ അന്ധകാരം കലശലായിരുന്നതിനാൽ കണ്ണു കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ബ്രാഹ്മണൻ വളരെ ഇരുട്ടായിരിക്കുന്നല്ലോ, ഈ ഇരുട്ടിൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ വിളക്കം കൊണ്ട് യമുനാ നദിയിലേക്ക് പോകുന്ന വഴിയിലൂടെ ഒരാൾ വരുന്നത് കണ്ടു. ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി ആ വെളിച്ചത്തിൻ്റെ പിന്നാലെ പോയി. യമുനാ നദിയിൽ സ്നാനവും നിത്യകർമാനുഷ്ഠാനങ്ങളും കഴിച്ച് ഗൃഹത്തിലേക്ക് മടങ്ങുവാൻ ഭാവിച്ചപ്പോൾ മുൻപ് വിളക്ക് കാട്ടിയ മനുഷ്യൻ വിളക്കെടുത്തുകൊണ്ട് മുൻപിൽ നടന്നു. ആ ബ്രാഹ്മണൻ വിളക്കം കൊണ്ട് ദൂരെ നടക്കുന്നവനായ മനുഷ്യൻ്റെ രൂപലാവണ്യത്തെ കണ്ട് വളരെ മോഹിതനായിട്ട് ഇവൻ ആരാണെന്നറിയണമെന്ന് വിചാരിച്ച് അവനോട് ചോദിക്കാൻ ബന്ധപ്പെട്ട് നടന്നു. ആ ബ്രാഹ്മണന് വാർദ്ധക്യാധിക്യം കൊണ്ട് കയ്യിൽ വെള്ളം നിറച്ചൊരു കുടമുണ്ടായിരുന്നത് കൊണ്ടും ആ മനുഷ്യനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. തൻ്റെ ഗൃഹദ്വാരത്തിൽ എത്തിയപ്പോൾ ആ ബ്രാഹ്മണൻ കുടം പടിക്കൽ വെച്ച് ആ മനുഷ്യൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ ആ മനുഷ്യൻ വിളക്കിനെ കെടുത്തി മറഞ്ഞുപോയി. അതുകണ്ട് ബ്രാഹ്മണൻ വളരെ വിസ്മിതനായിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു, ഭക്തവത്സനായ ഭഗവാൻ എനിക്ക് സഹായത്തിന് വേണ്ടി മനുഷ്യരൂപം ധരിച്ചു വന്നതായിരിക്കും. ഇതെൻ്റെ സാഹസം തന്നെയാണ്. ഇനി മേലിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലെന്ന് നിശ്ചയിച്ച് അന്നു മുതൽ രാത്രി കുളിക്കാൻ പോകുന്നത് നിർത്തി. പിന്നെ ആ ബ്രാഹ്മണൻ ഭഗവത് ഭജനം ചെയ്തുകൊണ്ടും ശ്രീ ഭാഗവത പുരാണം പാരായണം ചെയ്തുകൊണ്ടും ഇരുന്നു. ആ പുരാണ ശ്രവണത്തിനായി വളരെ വൃദ്ധന്മാരും ബാലന്മാരും വൃദ്ധ സ്ത്രീകളും യുവതികളായ സ്ത്രീകളും വരുവാൻ തുടങ്ങി. ഇങ്ങനെ ദിവസം തോറും നടന്നു വരുമ്പോൾ ദുഷ്ടനായ ഒരു മനുഷ്യൻ ദുർജന സ്വഭാവം കൊണ്ട് ഡൽഹി രാജാവിൻ്റെ അടുക്കൽ പോയി പ്രേമനിധി ബ്രാഹ്മണനെക്കുറിച്ച് ഏഷണി പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, ഭവാന്റെ രാജ്യത്തിൽ ആഗ്ര എന്ന ഗ്രാമത്തിൽ പ്രേമനിധി എന്ന പേരായ ഒരു ബ്രാഹ്മണനുണ്ട്. ആ ദുഷ്ടബ്രാഹ്മണൻ പുരാണ പാരായണം എന്ന വ്യാജം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വളരെ ദ്രവ്യത്തെ തട്ടിപ്പറിക്കുന്നു. യുവതികളായ അന്യ സ്ത്രീകളോടുകൂടി രമിക്കുകയും ചെയ്യുന്നു. ഇതിനെ അന്വേഷിച്ചു ഭവാൻ ആ ബ്രാഹ്മണനെ ശിക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം കേട്ട രാജാവ് ആ ബ്രാഹ്മണനെ പിടിച്ചുകൊണ്ട് വരാനായി 4 ഭൃത്യന്മാരെ അയച്ചു. ആ ഭൃത്യന്മാർ പ്രേമനിധി ബ്രാഹ്മണനെ പിടിച്ച് രാജസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തി. രാജാവ് ബ്രാഹ്മണനെ കണ്ട് കോപത്തോടുകൂടി ചോദിച്ചു, ഏ ദുഷ്ടബ്രാഹ്മണ, നീ ഭക്തനാണെന്ന് നടിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണോ ചെയ്യുന്നത്? നിനക്ക് ഭക്തി ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ മധ്യത്തിൽ വേണമോ? ഇങ്ങനെ രാജാവ് പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ദിവസവും എൻ്റെ ഗൃഹത്തിൽ വെച്ച് ശ്രീകൃഷ്ണ കഥകളെ വായിക്കാറുണ്ട്. അത് കേൾക്കാൻ വളരെ പുരുഷന്മാരും സ്ത്രീകളും വരാറുണ്ട്. ആ സ്ത്രീകളെയെല്ലാം ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് രാജാവ് അതിക്രോധത്തോടെ സത്യം സത്യം എന്നിങ്ങനെ ഹാസ്യമായി പറഞ്ഞുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ച് ഈ ദുഷ്ടനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തടവിൽ വയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അതിഭയങ്കരന്മാരായ ഭൃത്യന്മാർ ആ ബ്രാഹ്മണനെ തടവിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തു. ആ ബ്രാഹ്മണനാകട്ടെ ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് തടവിലിരുന്ന് മനസ്സുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. പുരാണം കേൾക്കുവാൻ വന്നവരായ ജനങ്ങൾ എല്ലാം പ്രേമനിധി ബ്രാഹ്മണന്റെ വൃത്താന്തം കേട്ട് ദുഃഖിതന്മാരായിട്ട് യാതൊരു ആഹാരവും കഴിക്കാതെ അദ്ദേഹത്തിൻ്റെ ദുഃഖനിവൃത്തിക്കായ ശ്രീഹരിയെ ഭജിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി ഡൽഹി രാജാവിനൊരു സ്വപ്നമുണ്ടായി. ദേവൻ രാജാവിനോട് സ്വപ്നത്തിൽ, എടാ എനിക്ക് ദാഹിക്കുന്നു, വെള്ളം താ എന്ന് പറഞ്ഞു. അത് കേട്ട് രാജാവ് വേഗം വെള്ളമെടുത്ത് ഇതാ വെള്ളം, നല്ലവണ്ണം കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൂർത്തി, നീ നിരപരാധിയായ ബ്രാഹ്മണനെ ദുഷ്ടൻ്റെ വാക്ക് കേട്ട് പിടിച്ചു കെട്ടിയില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് തൻ്റെ ബുദ്ധിഭ്രമമായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ ആ ദേവത വന്ന് രാജാവിൻ്റെ മാറത്ത് ചവിട്ടി. എടാ, നീ എനിക്കെന്താണ് വെള്ളം തരാത്തത് എന്ന് ചോദിച്ചു. ഇപ്പോൾ രാജാവ് ഭയപ്പെട്ടുകൊണ്ട് ബ്രാഹ്മണനെ കെട്ടഴിച്ചു വിട്ടു. പ്രേമനിധി ബ്രാഹ്മണൻ സ്നാനം ചെയ്ത് പുണ്യാഹമന്ത്രം ജപിച്ച് ഹരിപൂജയും മറ്റും കഴിച്ചും പുരാണം കേൾക്കാൻ വന്നവരോടുകൂടി ഭക്ഷണം കഴിച്ചും പുരാണം വായിച്ചുകൊണ്ടിരുന്നു. ഹരിഭക്തനായ ബ്രാഹ്മണനെ ദ്വേഷിച്ചതുകൊണ്ട് ദൈവം രാജാവിനെ ശിക്ഷിച്ചു. ശ്രീഹരിയായ ഭഗവാൻ സർവ്വദേവതാമയനാണെന്നുള്ളതിന് സംശയമുണ്ടോ? അതുകൊണ്ട് പ്രപഞ്ചകർത്താവായ ഭഗവാനിലുള്ള ഭക്തി ഏത് വിധത്തിലും സുഖദായിനി തന്നെ.